സോ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ടുള്ളത് എല്ലാവരും വിചാരിക്കും ജസ്റ്റ് വായിച്ചിട്ട് പോയാൽ എക്സാമിന് തൊട്ട് മുന്നേ ജസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്സാകും എന്ന് വിചാരിക്കുന്ന ഓസ്കയുടെ ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഫെയിലിയർ ഒത്തിരി വരുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ്. സൈലന്റ് റിട്ടേൺ സ്റ്റേഷനാണ്. ബ്രാഡൻ സ്കെയിൽ അല്ലെങ്കിൽ ബ്രാഡൻ സ്കോർ ആണ് നമ്മളിത് നോക്കുന്നത്. സോ കുറച്ച് ടഫാണ്. ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബ്രാഡൻ്റെ ടൈമിങ് വരുന്നത് 12 minutes ആണ്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നത്തെ ടോപ്പിക്ക് പ്രീ ചെക്സും അതുപോലെ തന്നെ PFRും എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ നമ്മൾ ഇന്നെടുക്കുന്ന ടോപ്പിക്കും ശ്രദ്ധിച്ച് തന്നെ പഠിക്കേണ്ടതാണ്. ബ്രാഡൻ സ്കോർ ചില്ലറക്കാരനല്ല. സോ 3 പേപ്പേഴ്സ് ഉണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ ബ്രാഡൻ സ്കോർ കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. സെക്കൻഡ് ഇതിൽ വരുന്നത് നമുക്ക് ഏതെല്ലാമാണ് കോമൺ പ്രഷർ അൾസർ ഏരിയാസ് എന്നാണ് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത്. മിനിമം ഒരു 8 എണ്ണം നമ്മൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തേർഡ് പേപ്പറിൽ വരുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് പ്രഷർ അൾസർ ആണ്. മിനിമം ഒരു 7 എണ്ണം നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് പേപ്പറിൽ വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പേപ്പറിൽ വരുന്ന കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുത്തിയിരുന്ന് പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് പേപ്പർ അവിടെ നിൽക്കട്ടെ, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പേപ്പറാണ്. സോ നമുക്കത് ലാസ്റ്റിലോട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ സെക്കൻഡ് പേപ്പറിൽ വരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. കോമൺ പ്രഷർ ഏരിയ അൾസേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ സിമ്പിളായിട്ട് ഹെഡ് ടു ഫൂട്ട് നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു 12 മിനിറ്റിൽ ഒന്നുമില്ല, പെട്ടെന്ന് ചടപടയത് എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കപ്പോൾ. അതുകൊണ്ട് തന്നെ ഫൂട്ടിൽ നിന്ന് തൊട്ട് ഹെഡ് വരെ നമുക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് 8 പോയിന്റാണ് മിനിമം വേണ്ടത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം, കേട്ടോളൂ. ഹീൽസ്, സാക്രം, ഹിപ്സ്, ബാക്ക് ഓഫ് ദ ഹെഡ്, ഷോൾഡേഴ്സ്, എൽബോസ്, ഇയർ, സ്പൈൻ, ടോസ്. ഞാൻ 9 എണ്ണം പറഞ്ഞു അല്ലേ? വേണമെങ്കിൽ ഒരെണ്ണോടെ പറഞ്ഞുതരാം. ടെമ്പോറൽ ഏരിയ ഓഫ് ദ സ്കൾ 10. 8 എണ്ണം മതി. ഞാനിവിടെ 10 എണ്ണം പറഞ്ഞിട്ടുണ്ട്. തേർഡ് പേപ്പറിലെ കാര്യം ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് വരുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് പ്രഷർ അൾസർ എന്നാണ്. ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ലോക്കലൈസ്ഡ് കൂട്ടി 4 കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ട്രിക്കി മെത്തേഡാണ്. ലോക്കലൈസ്ഡ് കൂട്ടി 4 കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാം. ലോക്കലൈസ്ഡ് ഹീറ്റ് ഫസ്റ്റിലെ, ലോക്കലൈസ്ഡ് എരിമ, ലോക്കലൈസ്ഡ് കൂൾനെസ്, പർപ്പിളിഷ് ഓർ ബ്ലൂയിഷ് ലോക്കലൈസ്ഡ് ഏരിയാസ്. ഓക്കെ, 4 കാര്യങ്ങൾ ഓർത്തു. ഡിസ്കളറേഷൻ, ഓക്കെ, ബ്ലിസ്റ്റേഴ്സ്, പെർസിസ്റ്റന്റ് എറിത്തീമ. ഓക്കെ, 7 പോയിന്റായി. 7 പോയിന്റാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരെണ്ണം കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. നോൺ ബ്ലാഞ്ചിങ് ഹൈപ്പറീമിയ. അപ്പോൾ 7 പോയിന്റ് മതി. 8 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ വളരെ ഈസിയാണ്. നമുക്ക് ഫസ്റ്റ് പേപ്പറിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ പറയാമെന്ന് പറഞ്ഞു. ബ്രാഡൻ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. സോ ഞാൻ ഇവിടെ ഒരു നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെ സെയിം ടേബിളാണ്. ഇതൊരു ടേബിളാണ്. സെയിം ടേബിൾ തന്നെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് വളരെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ അതിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. സോ അത് മീൻസ് നമ്മൾ നഴ്സിംഗിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കത് ഈസി ആയിരിക്കും. ഫസ്റ്റിൽ നമുക്കറിയാം മൊബിലിറ്റി, ആക്ടിവിറ്റി, സെൻസറി പെർസെപ്ഷൻ, സ്കിൻ മോയ്സ്ചർ, ന്യൂട്രീഷൻ, ഫ്രിക്ഷൻ ആൻഡ് ഷിയർ. ഇത്രയും ടോപ്പിക്സ് ആണ്. ഈ 6 ടോപ്പിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. സ്കോറിങ് 4 സ്കോറിംഗ് ആണ് ഉള്ളത്. ഇതിനകത്തുനിന്ന് നമ്മൾ ഓരോന്നും നോക്കി സ്കോർ ചെയ്യാം. സിനാരിയോ ഫസ്റ്റിലെ വായിക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിനാരിയോ നല്ല ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് അതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ വായിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ടുന്ന സ്കോർ, ഇതിൽ ഈ 6 ടോപ്പിക്കിലും വരുന്ന സ്കോർ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഏത് റിസ്ക് ആണെന്ന് കണ്ടുപിടിക്കുന്ന ഇതാണ് ഇവിടെ ഉള്ള നമുക്ക് ടാസ്ക് ഉള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യാം. മൊബിലിറ്റി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ മൊബിലൈസ്ഡ് ആണോ എന്നുള്ളത് നോക്കുവാണ്. എങ്ങനെയുണ്ട്, നമുക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് വരുന്നത്. സ്കോർ 4 വരെ ഉണ്ട്. ഫസ്റ്റിൽ ഫ്രീലി നടക്കുന്ന ഫ്രീലി മൂവബിൾ ആണ്, ആളുടെ എക്സ്ട്രിമിറ്റീസിനൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ സ്കോർ ഓഫ് കോഴ്സ് 4 വരും. ഇനി 3ൽ സ്ലൈറ്റ്ലി ലിമിറ്റഡ് എന്ന് വരുവാണെങ്കിൽ സ്കോർ 3 വരും. വെരി ലിമിറ്റഡ് എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ സ്കോർ 2 വരും. കംപ്ലീറ്റ്ലി ലിമിറ്റഡ് ആണ്, മൊബിലൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആൾക്ക് കാൽ എക്സ്ട്രിമിറ്റീസ് നടക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ സിനാരിയോ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടിയാൽ സ്കോർ 1 പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി, മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ വോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. സോ ഫസ്റ്റിലെ സ്കോർ 4 കിട്ടാൻ വോക്ക് ഫ്രീക്വൻ്റ്ലി, അതായത് വോക്ക് ചെയ്യുന്ന ആളാണ്, ആൾക്ക് നടക്കാൻ കുഴപ്പമില്ല, എന്താ പറയണേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് വോക്ക് ചെയ്ത് പോകാനൊക്കെ കഴിയുന്ന ആളാണെങ്കിൽ സ്കോർ ഓഫ് കോഴ്സ് 4 പോകും. നോർമൽ പേഷ്യൻ്റ് ആണ് എന്നുള്ള ഇതാണ് വരുന്നത്. ഇനി വോക്ക് ഒക്കേഷണലി എന്നാണെങ്കിൽ സ്കോർ 3 വരും. ഷെയർ ഫാസ്റ്റ്, അതായത് സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ സ്കോർ 2. ബെഡ് റിഡൻ
അറിയാമല്ലോ, ബെഡിൽ കിടക്കുകയാണ്, ആൾക്ക് എണീറ്റ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, വോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കോർ 1 പോകും. ഇനി നെക്സ്റ്റ് സെൻസറി പെർസെപ്ഷൻ ആണ്, ഇമ്പോർട്ടൻസ് സാധനമാണ്. സോ നോ ഇമ്പയർമെന്റ്, ഒരു കുഴപ്പമില്ല, എല്ലാം നമ്മളിപ്പോൾ തൊടുന്നതും ഒക്കെ അറിയാം, ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഒരാളെ നുള്ളി പറിച്ചു, പേഷ്യൻറ്റിനെ നുള്ളി പറിച്ചു, ഓക്കെ, എനിക്ക് പെയിൻ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സോ ഈ എന്താ പറയുക, ഈസിലി ആയിട്ട് അയാൾക്ക് അത് സെൻസറി പെർസെപ്ഷൻ ഉണ്ട്. സോ സ്കോർ 4 വരും. സ്ലൈറ്റ്ലി ലിമിറ്റഡ് ആണെങ്കിൽ സ്കോർ 3 വരും. വെരി ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ 2 വരും. കംപ്ലീറ്റ്ലി ലിമിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ദാറ്റ് മീൻസ് നോ സെൻസേഷൻ എന്ന് പറയുവാണെങ്കിൽ സ്കോർ 1 വരും. സോ ഇനി സ്കിൻ മോയ്സ്ചർ. റെയർലി സ്കിൻ മോയ്സ്ചർ, അതായത് ആൾ കിടക്കുമ്പോൾ അല്ലെങ്കിൽ സ്കിന്നിൽ നിന്ന് അങ്ങനെ ഊസിങ്ങോ അങ്ങനെയൊന്നും ഇല്ല, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ആൾ വെറ്റല്ല, ഓക്കെ, നോർമലായിട്ട് ഉള്ള ആളാണ്. സോ സ്കോർ 4 വരും. ഒക്കേഷണലി ആണെങ്കിൽ സ്കോർ 3 വരും. ഓഫൻ മോയിസ്റ്റ് ആണെങ്കിൽ സ്കോർ 2 വരും. കോൺസ്റ്റന്റ്ലി മോയിസ്റ്റ് ആണെങ്കിൽ സ്കോർ 1 വരും. നെക്സ്റ്റ് വൺ ന്യൂട്രീഷൻ ആണ്. നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്, നോർമൽ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്കോർ 4 വരും. ആഡ്വക്കേറ്റ് മോർ ദാൻ ഹാഫ്, ഇപ്പം NG2 വിട്ടേക്കുന്ന പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ സ്കോർ 3 വരും. മോർ ദാൻ ഹാഫ് കഴിക്കുന്നുണ്ട് ആൾ. അപ്പം നമ്മൾ ആ സിനാരിയോ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്താണ് സ്കോർ കൊടുക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ഈ ഒരു ചാർട്ട് പഠിച്ചിട്ട് പോയാലേ നമുക്കത് എഴുതാനും പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ പ്രോബബ്ലി ഇൻഎഡ്യൂക്കേറ്റ്, ഹാഫ് ഫുഡ് കഴിക്കുന്ന, ഹാഫ് ഫുഡ് തിരിഞ്ഞു പോലെ. തേർഡ് ആണെങ്കിൽ മോർ ദാൻ ഹാഫ് ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ, അതുപോലെ തന്നെ NG2 വന്നാലും 3 ആയിരിക്കും സ്കോർ. ഇനി ജസ്റ്റ് ഹാഫ് ഫുഡ് മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ സ്കോർ 2 പോകും. ഇനി ഒട്ടുവേ കഴിക്കുന്നില്ല, വെരി പുവർ ആണ് എന്നുണ്ടെങ്കിൽ സ്കോർ 1 കൊടുക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് 1 ആണ് ഫ്രിക്ഷൻ ആൻഡ് ഷിയർ എന്ന് പറയുന്നത്. ഇതിൽ സ്കോർ 4 ഇല്ല, 3 വരെ ഉള്ളൂ. സോ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നോ അപ്പിയറൻറ്റ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ സ്കോർ 3 കൊടുക്കാം. പൊട്ടൻഷ്യൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ മിനിമൽ അസിസ്റ്റൻസ് വേണ്ടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ സ്കോർ 2 കൊടുക്കാം. ഇനി മോഡറേറ്റ് ഒരു മൈൽഡ് അസിസ്റ്റൻസ് ഒക്കെ വേണ്ടി വരുന്ന ആളാണ്, അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കോർ 1 കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. സോ നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനാരി ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് എങ്ങനെയാണ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, എ 78 years old patient is admitted to following a stroke. During assessment, you find, ഓക്കെ, ഇനി പേഷ്യൻറ്റിന് എന്തൊക്കെ പ്രശ്നമാണ് ഉള്ളത്, നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള സ്കോർ എത്ര കൊടുക്കാം നിങ്ങൾക്ക് അറിയാമല്ലോ. 6 ടോപ്പിക്സ് ഉണ്ട് നമ്മളുടെ നോക്കാൻ: സെൻസറി, മോയിസ്റ്റ്, ആക്ടിവിറ്റി, മൊബിലിറ്റി, ന്യൂട്രീഷൻ, ഫ്രിക്ഷൻ ആൻഡ് ഷിയർ. ഇതിൽ സ്കോറിങ് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, പേഷ്യൻറ്റ് റെസ്പോൺസ് ടു വെർബൽ കമാൻഡ്സ് ബട്ട് കാൺട്ട് ഓൾവേസ് എക്സ്പ്രസ് ഡിസ്കംഫർട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതാണ് നമ്മുടെ സെൻസറി പെർസെപ്ഷൻ ആണ്. അപ്പോൾ പേഷ്യൻറ്റിന് വെർബലൈസ് ചെയ്യാം, പക്ഷേ എപ്പോഴും ഡിസ്കംഫർട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. സ്കോർ ഞാൻ കൊടുക്കുന്നത് 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്കിൻ ഈസ് ഒക്കേഷണലി മോയിസ്റ്റ് ഡ്യൂ ടു യൂറിനറി ഇൻകോണ്ടിനൻസ്. ഓക്കെ, നമുക്ക് മനസ്സിലായി പേഷ്യൻറ്റിന് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ട്, അപ്പോൾ വെറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് മോയിസ്ചർ ആണ് അവിടെ വരുന്നത്, സ്കിൻ മോയിസ്ചർ ആണ് വരുന്നത്. സോ സ്കോർ ഈസ് 3 അല്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേഷ്യൻറ്റ് ഈസ് ചെയർ ബൗണ്ട്. ചെയർ ബൗണ്ട് എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റി റിലേറ്റ് ചെയ്തതാണ്. സോ ഇവിടെ ചെയർ ബൗണ്ട് എന്ന് വന്നതുകൊണ്ട് സ്കോർ 2 വരും. എല്ലാവരും നമ്മുടെ ടേബിളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, അതിനകത്ത് സ്കോറിങ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. സോ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം, അത് നോക്കിയാണ് ഞാനിത് സ്കോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിക്വയർസ് അസിസ്റ്റൻസ് ടു ചേഞ്ച് പൊസിഷൻ ഇൻ ബെഡ്. ബെഡിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ അസിസ്റ്റൻസ് വേണം. സോ മൊബിലിറ്റി ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ അസിസ്റ്റൻസ് വേണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി സ്കോർ 2 ആണ്. ചെയർ ബൗണ്ടിനും 2 ആണ്, ആക്ടിവിറ്റിക്ക് പിന്നെ മൊബിലിറ്റിക്ക് ഇവിടെ വന്നപ്പോഴും 2 ആണ് ഞാൻ കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ഈറ്റ്സ് ഓൺലി ഹാഫ് ഓഫ് മോസ്റ്റ് മീൽസ്. ഇവിടെ കൺഫ്യൂസിങ്, ഈ ഒരു ടേബിൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ കുറേ ചെയ്യണം, കാരണം കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. മോർ ദാൻ ഹാഫ് എന്ന് പറഞ്ഞാൽ 3 വന്നേനെ, ഇവിടെ ഹാഫ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ 2 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ന്യൂട്രീഷൻ അസസ്മെന്റ് ആണ്. സോ നമുക്ക് ന്യൂട്രീഷനിൽ എന്താണ് വരുന്നത്, 2 ആണ് സ്കോർ വരുന്നത്. നെക്സ്റ്റ് വൺ, നീഡ് മോഡറേറ്റ് അസിസ്റ്റൻസ് ഡ്യൂറിങ് ട്രാൻസ്ഫേഴ്സ് ആൻഡ് ഒക്കേഷണലി സ്ലൈസ് ഡൗൺ ഇൻ ബെഡ്. ഓക്കെ, ഫ്രിക്ഷൻ ആൻഡ് ഷിയർ ആണ് പറയുന്നത്. ഇവിടെ മോഡറേറ്റ് അസിസ്റ്റൻസ് വേണം എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ കൊടുക്കുന്നു സ്കോർ 1. ഓക്കെ, ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഇപ്പോൾ ഇത്രയും കിട്ടിയ സ്കോർ, ഫസ്റ്റിലെ 3, അഗൈൻ 3, ആക്ടിവിറ്റിക്ക് 2, മൊബിലിറ്റിക്ക് 2, ന്യൂട്രീഷന് ഞാൻ 2 കൊടുത്തു, ഫ്രിക്ഷൻ ആൻഡ് ഷിയറിന് 1 കൊടുത്തു. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. സ്കോറിങ് വരുന്നത് 13 ആണ് ടോട്ടൽ. ഇപ്പം നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെ സ്കോർ എടുത്ത് അങ്ങ് ആഡ് ചെയ്യുക. എനിക്ക് കിട്ടിയത് 13 ആണ്. ദാറ്റ് മീൻസ് പേഷ്യൻറ്റിന് മോഡറേറ്റ് റിസ്ക് ഉണ്ടെന്നാണ്. സോ ഡോക്യുമെൻ്റ് ചെയ്യുക കാര്യങ്ങൾ, കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങൾ മറന്നു പോകരുത്.
എന്നിട്ട് സൈന് ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക, പേഷ്യൻ്റെ നെയിം മെൻഷൻ ചെയ്യുക, അങ്ങനത്തെ ഡോക്യുമെൻറ്റേഷൻ പാർട്ടാണ് ലാസ്റ്റിൽ വരുന്നത്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ ബ്രാഡൻ സ്കെയിൽ അല്ലെ ബ്രാഡൻ സ്കോറിനെ പറ്റിയിട്ടുള്ള ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പെട്ടെന്ന് നോട്ട്സ് കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്.